ഈ മണ്ണ് ഇടിഞ്ഞ് പുഴയിലേക്ക് വലിയ തോതിൽ മണ്ണ് അടിഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ ഈ മണ്ണ് നീക്കിയുള്ള തെരച്ചിലാണോ നിലവിൽ ഇപ്പോൾ നടക്കുന്നത്? വലിയ ദുഷ്കരമായ പ്രവൃത്തിയാണോ? മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. പ്രധാനമായും അവിടെ നടക്കുന്നത് ഈ സിഗ്നൽ ലഭിച്ച ഭാഗങ്ങളിൽ സിഗ്നൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഇതിനകത്ത് ഏതെങ്കിലും സ്വഭാവത്തിലുള്ള മെറ്റലുണ്ടോ, വാഹനം നിൽക്കാനുള്ള സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള പരിശോധനയാണ് നടക്കുന്നത്. മറ്റൊന്ന് സ്ക്യൂബ ടീമിൻ്റെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൂടുതൽ ദൂരത്തേക്ക് പോയി മണ്ണുമാന്തി പുറത്തെടുക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, ആധുനിക സംവിധാനങ്ങൾ ഇവിടെ എത്തിക്കും എന്ന് പറഞ്ഞിരുന്നു. അത്തരം യന്ത്രങ്ങൾ കൂടി എത്തിയാൽ മാത്രമേ കുറച്ചുകൂടി സജീവമായി ഈ മണ്ണ് പുഴയിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് വേഗതയുണ്ടാവൂ. അത്തരം യന്ത്രങ്ങൾ ഇവിടെ എത്തിക്കേണ്ടതുണ്ട്. ഇനിയും കൂടുതലായി അത്തരം യന്ത്രങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. ആ യന്ത്രങ്ങളുടെ കുറവ് ഇപ്പോഴും അനുഭവപ്പെടുന്നു. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ കരയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമല്ല പുഴയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യാൻ. പുഴയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യാൻ പ്രയാസമുണ്ട്. പ്രത്യേകിച്ചും കുത്തിയൊലിക്കുന്ന ഒരു പുഴയാണ്, വലിയ വീതിയുള്ള പുഴയാണ്, വലിയ ഒഴുക്ക് ഈ പുഴക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുഴുവൻ ഭാഗങ്ങളിലും ഇങ്ങനെ മണ്ണ് വലിയ മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് മാറ്റുക എന്ന് പറയുന്നത് വലിയ പ്രവർത്തനമാണ്. ആ പ്രവർത്തനം ദിവസങ്ങളോളം എടുക്കുന്ന പ്രവർത്തനമാണ്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് തന്നെ റെയിൽവേയുടെ ഒരു ബ്രിഡ്ജുണ്ട്. അങ്ങനെ സാങ്കേതികമായ കാരണങ്ങളും പൂർണ്ണമായും മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള പരിശോധനയ്ക്ക് തടസ്സമാവുന്നുണ്ട്. ഒപ്പം കാലാവസ്ഥ പ്രശ്നം, ശക്തമായ കാറ്റുണ്ടാവുന്നു, അതിശക്തമായ മഴയാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ മഴ തിരിച്ചു വരുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാവുന്നു. ഇത് പുഴയിലുള്ള തിരച്ചിലിന് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നു. ആ പുഴയിൽ മഴ ശക്തമാവുന്ന സമയത്ത് പുഴയിൽ നടത്തുന്ന തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വരുന്ന സാഹചര്യവുമുണ്ട്. പക്ഷേ ഇന്ന് കൂടുതൽ ആധുനികമായ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ആർമിയുടെയും നേവിയുടെയും ഒക്കെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നത്. എവിടെയെങ്കിലും ഈ വാഹനം അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ആ വാഹനം കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുന്ന ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന പുരോഗമിക്കുന്നുണ്ട്.